everyone, welcome to Jupod Class 9. It's me Nafi. എല്ലാവർക്കും Jupod 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. അങ്ങനെ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാമിന് റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ? എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടി തുടങ്ങിയോ? അപ്പോൾ ആദ്യം നിങ്ങൾ 2-3 കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയോ? നിങ്ങൾ സേ എക്സാം എഴുതിയ കുട്ടികളാണെങ്കിൽ സേ എക്സാം റിസൾട്ട് വന്നിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് പാസ്സായോ? 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ എന്ന് കിട്ടുമെന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ 3 കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങളുണ്ട്. 8ാം ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 9ാം ക്ലാസ്സിൽ ചില മാറ്റങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാറ്റം 40 മാർക്കിന് പകരം 80 മാർക്കിൻ്റെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ഒക്കെ 80 മാർക്കിനാണ്. അതേപോലെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ 20 മാർക്കിന് ബേസിക് സയൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. ഫിസിക്സ് 40 മാർക്കിനാവുകയാണ്, ബയോളജി 40 മാർക്കിനാവുകയാണ്, കെമിസ്ട്രി 40 മാർക്കിനാവാണ്. അപ്പോൾ ഞാൻ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ അയച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ സോഷ്യൽ സയൻസ് എത്ര മാർക്കിനാവാൻ പോവാണ്? 80 മാർക്കിനാവുക. സോഷ്യൽ സയൻസ് ഇനി 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അത് തന്നെ നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് 1 അഥവാ ഹിസ്റ്ററിയും സോഷ്യൽ സയൻസ് 2 അഥവാ ജോഗ്രഫി. ശരിക്കും ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താ? സോഷ്യൽ സയൻസ് 1 എന്നാണ്, സോഷ്യൽ സയൻസ് 1 ആൻഡ് സോഷ്യൽ സയൻസ് 2 എന്നാണ്. പക്ഷേ അതിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പാഠങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ ഹിസ്റ്ററി എന്നും സോഷ്യൽ സയൻസ് 2നെ നമ്മൾ ജോഗ്രഫി എന്നും വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? സോഷ്യൽ സയൻസ് 80 മാർക്കിലേക്ക് വരും. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതിൻ്റെ നേരെ ഇരട്ടി മാർക്ക് എവിടെ എത്തുകയാണ്? 9ാം ക്ലാസ്സിൽ എത്തുകയാണ്. അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സോഷ്യൽ സയൻസ് 1ഉം സോഷ്യൽ സയൻസ് 2. രണ്ടിലും 8+8 16 പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് ഈ 16 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യം വരുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ സോഷ്യൽ സയൻസ് 1ൽ 8 പാഠമുണ്ട്, സോഷ്യൽ സയൻസ് 2ലും 8 പാഠമുണ്ട്. അങ്ങനെ 8ഉം 16 പാഠങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും 8ാം ക്ലാസ് തന്നെ കുറച്ച് പഠിക്കാൻ അധികം ഉണ്ടായിരുന്നു, 9ാം ക്ലാസ്സിൽ കൂടി എന്താ ചെയ്യുക? സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ. അപ്പോൾ എജ്യൂപോഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഇങ്ങനെ സ്ക്രോളിൽ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയെ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിൽ ലിങ്ക് പിന്നെ വെച്ചിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് കണ്ടന്റ് കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 40 മാർക്കിൻ്റെ സബ്ജക്റ്റൊക്കെ 80 മാർക്കിനായി. അപ്പോൾ തുടക്കം മുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പാസ്സായ പോലെ തന്നെ 9ാം ക്ലാസ്സിലും പാസ്സാകാൻ പറ്റും. കാരണം 9ാം ക്ലാസ്സിലും പാസ്സാവണം നിങ്ങൾക്ക് എന്ത് വേണം? മിനിമം മാർക്ക് വേണം. അപ്പോൾ ഈ 80 മാർക്കിൻ്റെ സോഷ്യൽ സയൻസ് നിങ്ങൾ 24 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റുള്ളൂ. നിങ്ങൾ ടെൻഷനോ പേടിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ കൂടെ കൂടി പഠിച്ചാൽ മതി. അപ്പോൾ എജ്യൂപോഡിൻ്റെ കൂടെ കൂടി സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ധമാക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ ഡബിൾ മാർക്ക് ഉറപ്പാട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. 8 പാഠങ്ങൾ ഹിസ്റ്ററിയിലുണ്ട്, 8 പാഠങ്ങൾ ജോഗ്രഫിയിലുണ്ട്. അങ്ങനെ മൊത്തം 16 പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വേണം, സ്റ്റഡി ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. നാഫി ദി എജ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ nafi.edupod എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. നാഫി ദി എജ്യൂക്കേറ്റർ എന്താണ്? എൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതൊന്ന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ അതുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൂപ്പർ ബാച്ചിലാണ് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം യൂട്യൂബിൽ ലൈവ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിലൂടെയാണ് നമ്മൾ കൂടുതൽ ക്ലാസ് വരിക. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഫുൾ A+ഓട് കൂടി പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, ഈ ഒരു മാറ്റം അറിഞ്ഞു വെച്ചോ. ഇനി ഒരു മാറ്റം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.